وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ സാദാത്യങ്ങളെ, ബഹുമാന്യരായ ഉസ്താദുമാരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് കടക്കാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിന്റെ തിരുനാമത്തിലാണ് തുടക്കം എന്ന് പറഞ്ഞ് ബിസ്മി ചൊല്ലി തുടങ്ങി അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് അവൻ സമ്മതിച്ച് പറയുകയാണ്, പടച്ചവനെ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇയ്യാക നഅ്ബുദ്, നിന്നെ മാത്രമാണ് പടച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പ്രഖ്യാപിച്ച് അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നവരാണ് ഞങ്ങൾ എന്ന പ്രഖ്യാപനമാണ് ഇയ്യാക നഅ്ബുദു എന്ന വാക്കിലൂടെ ഒരു വിശ്വാസി ദിനം പ്രതി എത്രയോ തവണ അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി നിന്ന് അനുസരണമുള്ള അടിമയായി പ്രഖ്യാപിക്കുന്നത്. വ ഇയ്യാക നസ്തഈൻ, പടച്ചവനെ, നിന്നോട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ഒരായത്ത് മറ്റായത്തുകളൊന്നും കേട്ട് പരിചയമില്ലെങ്കിലും ഈ ഒരായത്ത് സാധാരണക്കാർക്ക് പോലും വളരെ സുപരിചിതമായിരിക്കും. കാരണം ഇവിടെയുള്ള നവീന ചിന്താഗതിക്കാര് കവലതോറും ഓതി വരുന്ന ഒരായത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താണ് അവർക്കത് പറയുന്നത് കൊണ്ടുള്ള ലക്ഷ്യം? മഹാന്മാരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ. യാ റസൂലല്ലാഹ് എന്ന് വികാര നിർഭരമായ ഭാഷയിൽ വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ. യാ ഹബീബല്ലാഹ് എന്ന് സ്നേഹം തുളുമ്പുന്ന ഭാഷയിൽ ഒരാൾ വിളിക്കുകയാണെങ്കിൽ അയാൾ പക്കാ മുശ്രിക്കാണ് എന്ന് പ്രഖ്യാപിക്കാൻ. ഇതെന്താ സംഗതി? ബഹുമാനപ്പെട്ട സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ അവരൊക്കെ ചെയ്തു കാണിച്ച ഒരു മഹത്തായ അമലാണ്. ഇമാമുമാരൊക്കെ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത അമലാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യത്തെ കുഴിവെട്ടി മൂടാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് കവലതോറും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാറുണ്ട് എന്നതൊരു സത്യമാണ്. സത്യത്തിൽ വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ആധികാരിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതനെങ്കിലും ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ ഏതെങ്കിലും ഒരു മുഫസ്സിർ ആരെങ്കിലും പിൽക്കാലത്ത് അവരുടെ ദുർചിന്തകൾക്കനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരോ അടുത്ത കാലത്തുള്ളവരോ ഒക്കെ വളച്ചു തിരിച്ചെഴുതിയോ എന്നതല്ല. ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച അതിനു ശേഷവും അറിയപ്പെട്ട മുസ്ലിം ഉമ്മത്ത് പ്രാമാണികമായി വിശ്വസിച്ചു വരുന്ന എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കള് ഒരാള് പോലും ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് തവസ്സുല് പാടില്ലെന്നോ ഇസ്തിഗാസ പാടില്ലെന്നോ പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ആ ആയത്തിൽ അതിന്റെ ചെറിയൊരു സൂചന പോലും ഇല്ല എന്നതിന്റെ ഒരാളും പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആയത്തിനുള്ളിൽ അന്തർലീനമാണ്. ആ ആത്മാവ് പലപ്പോഴും ചോർന്നു പോവാണ്. ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ നടക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും അതിന് മറുപടി പറയേണ്ടത് അത്യന്താപേക്ഷിതമായും വരികയാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ചുരുക്കത്തില് ഇത്തരം ചർച്ചകളില് ഈ ആയത്തിന്റെ റൂഹ്, ആയത്തിന്റെ ആത്മാവ് അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഫാത്തിഹ വിവരിക്കുന്ന സമയത്ത് ഈ ആയത്തിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഉമ്മത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട, ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ ആയത്തിന്റെ വിശദീകരണത്തിന്റെ ജീവനാണത്. പക്ഷെ അത് ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോവാണ്. എന്തുകൊണ്ട്? ഈ വികലമായ ആശയക്കാർ വിശുദ്ധ ഖുർആനിനെ വളച്ചൊടിക്കുന്നത് കാരണം. ഇന്നും അതുവഴിക്ക് നമ്മുടെ ചർച്ച പോകുമ്പോൾ പിന്നെ ഇവിടെ ഇത് പറയാൻ സമയം കിട്ടില്ലേ എന്നൊരു ഭയം ഉണ്ട്. ഏതായാലും പരക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരായത്ത് എന്ന നിലക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? പടച്ചവനെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ സഹായം ചോദിക്കുന്നതും നിന്നോട് മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അമ്പിയാക്കളോട് സഹായം ചോദിക്കുന്നില്ലേ? ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നില്ലേ? വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് തന്നെ നേരിട്ട് വിളിച്ചിട്ടില്ലേ? എല്ലാം ഉണ്ട്. പിന്നെന്തേ ഈ ആയത്തിനത് ഘടകവിരുദ്ധമല്ലേ എന്ന് ആരും ചിന്തിക്കാതിരുന്നത്? അവിടെയാണ് മഹാന്മാരെഴുതുന്നത്, യഥാർത്ഥത്തിൽ അല്ലാഹുവുമായി ബന്ധപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ വലിയ, ഇങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹുവുമായി ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ സഹായം ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം അല്ലാഹു അവർക്ക് കൊടുത്ത സഹായം കൊണ്ട് അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അർത്ഥത്തിൽ ഈ സഹായാർത്ഥന അല്ലാഹുവിനോട് തന്നെയാണ്. ഈ സഹായാർത്ഥന അല്ലാഹുവിനോട് തന്നെയാണ്. ഒരിക്കൽ ഞാൻ സീരിയൽ ഖുർആൻ ക്ലാസ്സിൽ ഒരു സ്ഥലത്ത് സംബന്ധിക്കുകയാണ്, കൊണ്ടോട്ടിക്കടുത്ത്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ സമസ്തക്കാരവരുടെ പുസ്തകത്തിൽ എഴുതി വിട്ടു എന്നല്ലാതെ, ഞാനന്ന് സൂറത്തുൽ ഫാത്തിഹ എടുക്കുമ്പോൾ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നതിന് ആരെങ്കിലും ഒരാൾ ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് തവസ്സുലും ഇസ്തിഗാസയും പാടില്ല എന്ന് പറഞ്ഞോ എന്നുള്ളൊരു ചോദ്യം ഞാൻ സദസ്സിനോട് ചോദിച്ചു. അപ്പൊ അതിൽ വികലമായ ഒരു ആശയക്കാരൻ ആ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഗൾഫിൽ പോയിട്ട് വികലാശയത്തിലേക്ക് നീങ്ങിയതാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അത് ശരിയാണ് ഉസ്താദേ, ആരും പറഞ്ഞില്ല എന്ന് വെക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നതിന് പരിഭാഷ എഴുതുന്ന സമയത്ത്
ഇങ്ങനെ തവസ്സുലും ഇസ്തിഗാസയും പാടില്ല എന്ന് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ, മലയാളത്തിൽ എഴുതുന്നുണ്ട്, ഇപ്പോഴത്തെ അറബി വ്യാഖ്യാനങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞു അതല്ല തെളിവ്. പ്രാമാണികമായ മുഫസ്സിറുമാർ ആരെങ്കിലും പറഞ്ഞോ എന്നാ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം തിരിച്ച് എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ് വീണ്ടും. തവസ്സുലും ഇസ്തിഗാസയും അനുവദനീയമാണ് എന്ന് ഈ സമസ്തയുടെ ആലിമീങ്ങളല്ലാതെ കേരളം വിട്ടാൽ ഏതെങ്കിലും ഒരാൾ പറയുന്നുണ്ടോ? എല്ലാവരും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ മഹത്തായ മുദ്രാവാക്യത്തിൽ വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോഴും അയാൾ ഒരു തവണയും കൂടെ അത് കട്ടായമായി പറയാനാ ശ്രമിച്ചത്. ഇതില് വിശ്വസിക്കുകയല്ലേ കേരളത്തിന് പുറത്തുള്ളവരൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു കേരളത്തിനകത്ത് മാത്രമല്ല. ഉടനെ അയാൾ ഇടപെട്ടു, ബറേൽവികളുടെ കാര്യം പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എവിടെയാ കിട്ടേണ്ടത്? ഇന്ന് ആധുനിക കിതാബുകൾ എഴുതിയിരിക്കുന്ന, ആധുനിക ഖുർആൻ പരിഭാഷകൾ ഇറക്കിയിരിക്കുന്ന അറേബ്യൻ രാഷ്ട്രങ്ങൾ ധാരാളം ഇറക്കിയിട്ടുണ്ട്. അവരുടെ പരിഭാഷകളിൽ തന്നെ കണ്ടെങ്കിലേ നിങ്ങൾ വിശ്വസിക്കൂ. അത് ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും അവനൊത്തതനുസരിച്ച് എഴുതി വച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെ ഒന്ന് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾ ഇതിനെതിരാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു ഭാഗമാണല്ലോ അത്. ഫഹദിന്റെ ചെലവിൽ അച്ചടിച്ച ഒരു മുസഹഫിൽ ഒരു ഖുർആൻ പരിഭാഷയിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെ എന്തൊക്കെ എഴുതി വിട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു സുഹൃത്തെ, ഫഹദിന്റെ ചെലവിൽ അച്ചടിച്ച മുസഹഫ്, ഒരു ഖുർആൻ വ്യാഖ്യാനം, അതിൽ തന്നെ നിങ്ങൾ പറയുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, മറ്റേത് ഇഷ്ടം പോലെ ഉണ്ട്. തവസ്സുൽ ഇസ്തിഗാസയെ അംഗീകരിച്ചത് പൗരാണിക ഇമാമുമാരൊക്കെ എഴുതിയതാണ്. എന്നാൽ നിങ്ങൾ ഇപ്പറഞ്ഞ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൽ തന്നെ ഫഹദിന്റെ ചെലവിൽ അച്ചടിച്ച ഒരു മുസഹഫിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു അതൊന്ന് വായിക്കണം. ഞാൻ പറഞ്ഞു ഈ തവണ ഞാൻ സാധനം കയ്യിലെടുത്തിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കാണിക്കാം. ഫഹദിന്റെ ചെലവിൽ അച്ചടിച്ച മുസഹഫ് അത് അറബി ഭാഷയിലാവണോ മലയാളത്തിൽ? അദ്ദേഹം പറഞ്ഞു ഏത് ഭാഷയും ആവാം, അറേബ്യൻ പണ്ഡിതന്മാരുടെ അംഗീകാരം ഉണ്ടാവണം എന്നാണ് അയാളുടെ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു ഫഹദിന്റെ ചെലവിൽ അച്ചടിച്ച ഒരു മുസഹഫ് ഇന്ന് സാധാരണ നമ്മുടെയൊക്കെ പള്ളിയിൽ, മർക്കസിലെ പള്ളിയിലൊക്കെ നിറഞ്ഞുണ്ട്, പല പള്ളികളിലും ഉണ്ട്. ഒരു പച്ച മുസഹഫ്, ഉറുദു ഭാഷയിൽ രചിച്ച ഒരു പച്ച തഫ്സീർ എല്ലാ പള്ളികളിലും ഉണ്ട്. അത് അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം തുബിഅ അലാ നഫഖത്തി ഫഹദ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അടിച്ചിട്ടുണ്ടാവും. ഫഹദിന്റെ ചെലവിലാണ് അച്ചടിച്ചത്. ഇതിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ഭാഗം ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു ചർച്ചയുണ്ട്. എന്നാൽ മഹാന്മാരോട് സഹായം ചോദിക്കുന്നതോ, മഹാന്മാരോട് സഹായം ചോദിക്കുന്നതോ എന്ന ഒരു ചർച്ചയുണ്ട്. അതേക്കുറിച്ച് അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയത് കാണാം. യേ ഇസ്തിആനത്ത് തോ ദർ ഹഖീഖത്ത് അല്ലാഹ് തആല ഹി സേ ഇസ്തിആനത്ത് ഹേ. യഥാർത്ഥത്തിൽ ഈ ഇസ്തിആനത്ത്, ഈ അഭ്യർത്ഥന അല്ലാഹ് തആല ഹി സേ ഇസ്തിആനത്ത് ഹേ, അല്ലാഹുവിനോട് തന്നെയുള്ള അർത്ഥനയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയത് കാണാം. അതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, അത് ആയത്തിന്റെ അർത്ഥത്തിന്റെ പുറത്തുമല്ല. അദ്ദേഹം, ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒന്ന് ഫഹദിന്റെ ചെലവിൽ അച്ചടിക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്, നിങ്ങളത് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച ക്ലാസ്സിന് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ എന്നെ അർത്ഥം വെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഉറുദു പണ്ഡിതനായ ഒരു മാഷയും കൂടെ കൂട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ എത്ര ആളെ വേണമെങ്കിലും കൂടെ കൂട്ടിക്കോ, ആ വരുന്നയാളെ കൊണ്ട് അതിന്റെ പദാനുപദ അർത്ഥം ഉറുദുവിൽ ഞാൻ പറയിപ്പിക്കും, അതിന് പറ്റുന്ന ആളെ കൂട്ടിയാൽ മതി എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈ ഭാഗം തേടി അന്വേഷിച്ചു. അദ്ദേഹം കൊണ്ടുവരാനൊരുങ്ങിയ സാറുമായി ആദ്യം സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം പിറ്റേ ക്ലാസ്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദേ ഞാൻ ക്ഷമാപണം നടത്തുകയാണ്, ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞ ആള് പറഞ്ഞു ആ തഫ്സീറിൽ അങ്ങനെ ഉണ്ട്, പക്ഷേ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞേക്കണം എന്നാണ് പറഞ്ഞത്. ഇതുവരെ പറഞ്ഞ എല്ലാം ബാത്തിലായി.
അയാളിപ്പോൾ അതൊന്നുമല്ല പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. അയാൾക്ക് സ്വീകാര്യമാണോ അല്ലേ എന്നുള്ളതൊന്നുമല്ല. അറേബ്യൻ പണ്ഡിതന്മാരുടെയും അറേബ്യൻ രാജാക്കന്മാരുടെയും ഒക്കെ അംഗീകാരമുള്ള ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന അവർക്ക് അനുകൂലമായി കൊണ്ടുവരുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കാണിക്കുകയും ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല അതിനുള്ള തെളിവ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള തെളിവ് എന്താണ്? മനുഷ്യകുലത്തിന്റെ പിതാവ് ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്തത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഹക്ക് കൊണ്ട് എന്നോട് പൊറുക്കണേ എന്നാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് എന്നോട് പൊറുക്കണേ എന്നാണ്. കിതാബുൽ മുസ്തദ്റക്കിൽ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ റിവായത്തിന്റെ ഷർത്തുകളൊത്ത ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും കാണാനില്ലാത്ത ഭാഗങ്ങൾ ഇത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഷർത്തൊത്ത ഹദീസാണ്. പക്ഷെ അവരത് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ് അതിന്റെ വീണ്ടെടുപ്പ് നടത്തിയതാണ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു. അതാണ് കിതാബുൽ മുസ്തദ്റക് എന്നതിന് പേര് വന്നത്. നേരെ അതിന്റെ അർത്ഥം വീണ്ടെടുക്കപ്പെട്ട ഹദീസ് എന്നാണ് മുസ്തദ്റക് എന്ന ആ വാക്കിന്റെ അർത്ഥം. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ തവസ്സുല് പറ്റോ എന്ന കാര്യത്തിൽ തർക്കമല്ല. ഇനി ഇസ്തിഗാസയാണ്. ഈ ഇസ്തിഗാസ എന്താ? അല്ലാഹു അല്ലാത്തവരോട് നേരിട്ട് സഹായം ചോദിക്കുക. ഇതാണ് ഇസ്തിഗാസ ആയിട്ട് സാധാരണ പറഞ്ഞു വരുന്നത്. എന്നാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹാന്മാരോട്, അത് ജീവിതത്തിലെന്നോ ജീവിതത്തിന്റെ ശേഷം എന്നോ ഈ മാറ്റമൊന്നുമില്ല. ഇവർ സാധാരണ പറയാറുള്ളത് മരണശേഷം മഹാന്മാരോട് സഹായം ചോദിക്കുന്നതാണ് ഇസ്തിഗാസ. ഇങ്ങനെയാണ് സാധാരണ പറയാറുള്ളത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, കാരണം അത് കടന്നാൽ അതങ്ങനെ നീണ്ടുപോകും. ഞാൻ പറയട്ടെ, മരണശേഷം, വഫാത്തിന് ശേഷം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് സ്വഹാബത്ത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ആർക്കും കാണിക്കാൻ പറ്റുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഹലബി തങ്ങൾ തന്റെ അസ്സീറത്തുൽ ഹലബിയയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. പോവട്ടെ, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ അത്തഫ്സീറുൽ കബീറിൽ എഴുതുന്നു. എന്താ വിഷയം? ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വഫാത്തിന്റെ സമയമെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ കുടുംബത്തോട് വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന്റെ പൂർണ്ണ രൂപം കിട്ടുന്നത് വസിയ്യത്ത് ചെയ്തതും മറ്റുമൊക്കെ കിട്ടുന്നത് സീറത്തുൽ ഹലബിയയിൽ നിന്നാണ്. എന്നാൽ പറയാൻ പോകുന്നതിന്റെ മർമ്മം അത് റാസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടും വേർതിരിച്ചു പറയാം. കുടുംബത്തോട് പറഞ്ഞു, ഓ കുടുംബമേ, കൂട്ടുകാരുണ്ട്, കുടുംബമുണ്ട്, അവരോട് പറഞ്ഞു, ഇതാ മിഥു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വഫറഗ്തു മിൻ ജഹാസി, എന്റെ മരണാനന്തര ക്രിയകൾ, എന്നെ പരലോകത്തേക്ക് യാത്രയാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ നടത്തി കുളിപ്പിച്ച് കഫൻ ചെയ്തു നിസ്കരിച്ചാൽ എന്നർത്ഥം. എന്റെ മരണാനന്തര ക്രിയകളിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നേരെ ജന്നത്തുൽ ബഖീയിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഹബീബിന് നിഴലില്ലെങ്കിൽ ആ നിഴലിന് പകരമായിട്ട് ഹബീബിന്റെ കൂടെ വിടാതെ സഞ്ചരിച്ച സ്വഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തെളിഞ്ഞ കൂട്ടുകാരനാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് ഖബർ ഷരീഫിന്റെ മുമ്പിൽ, ഹുജ്റത്തു ഷരീഫയുടെ മുമ്പിൽ വെക്കണം. നേരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഹുജ്റത്തു ഷരീഫയുടെ മുമ്പിൽ വെക്കണം. നിസ്കാരം കഴിയ, എന്നിട്ട് നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് സുമ്മ വഊനി ബിബാബിൽ ഹുജ്റത്തില്ലത്തി ഫീഹി ഖബ്റുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബർ ഷരീഫുള്ള ആ ഹുജ്റത്തു ഷരീഫയുടെ വാതിൽക്കൽ എന്നെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഹബീബിനൊരു സലാം പറഞ്ഞേക്കുക. സ്വഹാബത്തിനെ ഏൽപ്പിക്കാൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഒരു സലാം പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയോ? ആ സലാം കഴിഞ്ഞ ഉടനെ നിങ്ങൾ പറയണം,
ഹബീബേ ഖദ് ജിനാക ബിഹബീബിക്, അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങളിതാ കൊണ്ടുവന്നിരിക്കുന്നു. ഖദ് ജിനാക ബിഹബീബിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, തങ്ങളെ ഹബീബ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങളിതാ കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാവരെയും കൊണ്ടുപോകും പോലെ ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ജീവിതകാലത്ത് മുഴുക്ക തങ്ങളോടൊപ്പം ജീവിച്ച അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബിയെ തങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, അവിടുന്ന് വസിയ്യത്ത് ചെയ്തേൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണെന്ന് പറയണം. എന്ത്? തങ്ങളെ ഹബീബിനെ കൊണ്ടുവന്നു, അതുകൊണ്ട് അങ്ങയോട് ചോദിക്കാനുള്ളത്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായി ബഹുമാനപ്പെട്ടവരുടെ ജനാസ കൊണ്ടുവരുമ്പോൾ റസൂലുള്ളാഹി വഫാത്തായിനോ എന്ന് ചോദിക്കുന്ന ഒരാളും ലോകത്തുണ്ടാവൂലല്ലോ. ആദ്യം റസൂലുള്ളാഹി തങ്ങളാണല്ലോ വഫാത്തായി പോകുന്നത്. അപ്പൊ വഫാത്തായ നബി തങ്ങളോട് ചോദിക്കാനാ പറയുന്നത്, ഇൻ അദിൻത ലനാ, ഹബീബേ തങ്ങൾ ഞങ്ങൾക്ക് സമ്മതം തരികയാണെങ്കിൽ അദ്ഖൽനാഹു മഅക്, തങ്ങളെ കൂടെ ഈ സിദ്ദീഖിന്റെ ജനാസ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഖബറടക്കം ചെയ്യും. തങ്ങളെ കൂടെ ഈ റൂമിൽ ബഹുമാനപ്പെട്ടവരെയും കൂടെ കിടത്തും. അങ്ങോട്ട് ഞങ്ങൾ പ്രവേശിപ്പിക്കാൻ തയ്യാറാണ്, അവിടെ പ്രവേശിപ്പിച്ച് അവിടെ കിടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഇല്ല, അങ്ങനെയല്ലേ നബിയെ തങ്ങൾ സമ്മതം തരുന്നില്ലെങ്കിൽ ഫാഖ്റജ്നാഹു ഇലൽ ബഖീ, എല്ലാവരും പോയി കിടക്കുന്ന തൊട്ടടുത്തുള്ള ജന്നത്തുൽ ബഖീയിൽ ഞങ്ങൾ കൊണ്ടുപോയി വെച്ചോളാ. ഇത് നിങ്ങൾ ഹബീബിന്റെ അടുത്ത് എന്നങ്ങ് പറയണം. വഫാത്തായി കിടക്കുന്ന നബിയുടെ അടുത്ത് എന്നിട്ട് മറുപടി കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ജന്നത്തുൽ ബഖീയിലേക്ക് മാറ്റുക എന്ന് വഫാത്തിന് മുമ്പ് വസിയ്യത്ത് ചെയ്ത നേതാവാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് സീറത്തുൽ ഹലബിയയിൽ വളരെ വിശദമായി വിശദീകരിക്കും. ഇനി വിഷയത്തിന്റെ ആത്മാവ് ഇവിടെയാണ് വരുന്നത്. എന്താണ് വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? അങ്ങനെ ഇവര് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അനന്തര കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് നിസ്കാരവും കഴിഞ്ഞ് റസൂലുള്ളാഹിയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. ഇമാം ഹലബി തന്നെ വിവരിക്കുന്നു, വകാനൽ ബാബു മുഗ്ലഖം ബിഖുഫ്ലിൻ, വകാനൽ ബാബു മുഗ്ലഖം ബിഖുഫ്ലിൻ, വാതില് താവിട്ട് പൂട്ടിയിരുന്നു. ജസ്റ്റ് ഒന്ന് കൊളുത്തിട്ട് വെച്ചിരിക്കുകയല്ല, വാതിൽ ചാരി വെച്ച വാതിലല്ല, താവിട്ട് പൂട്ടിയിട്ടുണ്ട് വാതില്. അന്നത്തെ അവസ്ഥ അതാണ്. ഹിജ്റത്തു ഷരീഫയുടെ വാതിൽ താവിട്ട് പൂട്ടിയിട്ടുണ്ട്. എന്നിട്ടോ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇവർ പറഞ്ഞു, ദാ തങ്ങളെ ഹബീബിനെയുമായി ഞങ്ങൾ വന്നിരിക്കുന്നു. ജീവിതകാലത്ത് തങ്ങളെ പിരിയാൻ ഇഷ്ടമല്ലാത്ത ഹബീബിന് ഇപ്പോഴും തങ്ങളെ കൂടെ കിടക്കാനാണ് ഇഷ്ടം. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ വളരെ അധബോടെ ഇവിടെ കടത്തി ഞങ്ങൾ ഖബറടക്കും, അല്ല സമ്മതമില്ലെങ്കിൽ ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോയിക്കോളാം. നബി തങ്ങളോട് സലാം പറഞ്ഞു. അതിനുശേഷം അവരിത് പറഞ്ഞു. അവിടെ നിന്നിങ്ങോട്ടാണ് അത്ഭുതം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം. റാസി ഇമാം ഈ സംഭവം എഴുതിയത് എവിടെയാണെന്നറിയോ? അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. സൂറത്തുൽ കഹ്ഫ് നാളെ ഓതാൻ പോവാ. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം പറയുമ്പോ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം ഒരു വലിയ അത്ഭുത സംഭവമാണ്. എല്ലാവർക്കും അറിയാലോ. കാരണം 3 നൂറ്റാണ്ട് കിടന്നുറങ്ങിയ ഒരു വിഭാഗം, 3 നൂറ്റാണ്ടിലധികം കിടന്നുറങ്ങിയ ഒരു വിഭാഗം അത്ഭുത വിഭാഗം തന്നെയാണല്ലോ, സംശയമല്ല. ഇത് വലിയൊരു സംഭവമായിട്ട് ചരിത്രത്തിൽ വലിയ സ്ഥാനം പിടിച്ച ഒരു സംഭവമായതുകൊണ്ട് ജൂതന്മാര് ഇതേക്കുറിച്ച് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടിച്ചു കളയാന്ന് തീരുമാനിച്ചു വന്നതാ. അപ്പൊ അതിന് മറുപടി പറയുമ്പോ നബി തങ്ങളോട് അള്ളാഹു പറയാൻ, നബിയെ തങ്ങൾ അവരോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു തുടങ്ങണം. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. ഈ അസ്ഹാബുൽ കഹ്ഫ് ഇവരെ മാത്രമാണ് ലോകത്ത് വലിയ അത്ഭുതം എന്ന് നബിയെ തങ്ങൾ ധരിച്ചോ? ഇതല്ലാത്ത അത്ഭുതങ്ങൾ പലതും നടന്നിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് ഒരു അത്ഭുത ചരിത്രമാണ്. കഹ്ഫിന്റെ അനുയായികളുടെ ചരിത്രം മാത്രമല്ല, ചരിത്രം അല്ലാത്ത എന്തെല്ലാം നടന്നിട്ടുണ്ട്. ലോകത്തൊരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മറിയം ബീവിക്ക് ഭർത്താവില്ലാതെ ഈസാ നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. വാപ്പയും ഉമ്മയും ഇല്ലാതെ
ആദം എന്ന കുഞ്ഞിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. ആദം എന്ന മനുഷ്യനെ പടക്കുമ്പോ ആണുമില്ല പെണ്ണുമില്ല. ആണിന്റെ സാന്നിധ്യമില്ലാതെ ഒരൊറ്റ പെണ്ണിൽ നിന്ന് ഈസാ നബിയെ സൃഷ്ടിച്ചിട്ടുണ്ട്. പെണ്ണിന്റെ സാന്നിധ്യമില്ലാതെ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകത്തൊരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ നടന്നു. ആ അത്ഭുതങ്ങൾ ഇങ്ങനെ വിശദീകരിക്കാൻ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ലോകത്ത് മനുഷ്യരുടെ മനസ്സുകളെ അതിശയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട് എന്നിങ്ങനെ വിവരിക്കാൻ. ആ കൂട്ടത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, യുഗപ്രഭാവനായ ഇമാം റാസി എന്ന് പറഞ്ഞിട്ട് റാസി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിശാലമായി എഴുതിയവര്, റാസി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ധാരാളം മദ്ഹ് എഴുതിയവരാണ് ഇവിടുത്തെ നവീന ചിന്താഗതിക്കാര്. ആ വ്യതിയാന ചിന്താഗതിക്കാര് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ സംഭവം കാണാതെ പോയോ? റാസി ഇമാം ലോകത്തെ മഹാത്ഭുതങ്ങൾ ഇങ്ങനെ എഴുതുമ്പോ പറയുന്നു, അമിൻഹാ, ആ ആയാത്തുകളിൽ പെട്ടതാണ്, ആ മഹാത്ഭുതങ്ങളിൽ പെട്ടതാണ് കേട്ടോ. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതിന്റെ ശേഷം ഹബീബിന്റെ ഹളറത്തിൽ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ സമ്മതം ചോദിച്ചപ്പോ ഹബീബിന്റെ ഹുജ്റത്തു ശരീഫയിൽ നിന്ന് മറുപടി വന്നു. എന്താണ് ആ മറുപടി? അപ്പോൾ അത് പരന്ന ഒരു വാർത്തയായതുകൊണ്ടല്ലേ ഇമാം റാസി അങ്ങനെ എഴുതിയത്. തർക്കമില്ലാത്ത ഒരു സംഭവമായതുകൊണ്ട്. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി ലമുസ്താഖ്. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. ഇമാം റാസി എഴുതുന്നു, പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവനിലേക്ക് കടത്തിവിടൂ. നിങ്ങൾ സമ്മതം ചോദിച്ച് നിൽക്കാണോ? വേഗം പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവന്റെ അടുത്തേക്ക് എത്തിച്ചു തരൂ. സീറത്തുൽ ഹലബിയിൽ ഇത്രയും കൂടെ കാണാം, ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി ലമുസ്താഖ്. കാരണം ഈ പ്രിയപ്പെട്ടവൻ, ആ പ്രിയപ്പെട്ടവൻ എന്നാ വന്ന് ചേരുക, ഒന്ന് കാണാൻ, ഒന്ന് മീറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് അതാ അങ്ങേറ്റത്തെ ആഗ്രഹവും പൂതിയുമായി കഴിഞ്ഞുകൂടുകയാണ്. വൈകിക്കല്ല, ഒട്ടും വൈകിക്കല്ല, വേഗം കടത്തിവിടൂ, വേഗം കടത്തിവിടൂ സിദ്ദീഖിനെ. അങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്തുറങ്ങിയത്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോ ആ ഹുജ്റത്തു ഷരീഫയിൽ നിന്ന്, ഖബർ ഷരീഫിൽ നിന്ന് ഇങ്ങനെ മറുപടി കിട്ടിയെന്നും പറയുമ്പോ ആരാണ് ആ ചോദിച്ചത്? ആര് ചോദിച്ചതായി പറയണത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയായിട്ട് പോകുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലേ ആ കൂട്ടത്തിലുള്ളത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലേ ഉള്ളത്? അലി ഇബ്നു അബീ ത്വാലിബ് അല്ലേ ഉള്ളത്? അന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ സ്വഹാബത്തുമല്ലേ? അതുകൊണ്ട് തന്നെ അവർ നിരാക്ഷേപം നടത്തിയ ഒരു പരിപാടി ഇന്ന് അതിനെ വെറുതെ കല്ലെറിയുകയാണ്. അത് വെച്ചിട്ട് ഭൂരിപക്ഷം മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന പ്രവണത ഇതൊട്ടും ആശ്വാസകരമല്ല എന്ന് കൂട്ടത്തിൽ ഒറ്റ വാക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇനി നമുക്ക് ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താന്നുള്ളത് പറയാം. എന്താണ് ഇപ്പൊ നമുക്ക് ഈ ആയത്തുനിന്ന് പഠിക്കാനുള്ളത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതിലേക്കാരും വരാതെ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഈ വിശദീകരണത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇത് സഹിക്കാൻ പറ്റുന്ന കേസുമല്ല. നമുക്ക് നമ്മുടെ വിഷയ സംബന്ധമായ ചർച്ചയിലേക്ക് തന്നെ വരാം. അങ്ങനെ ഒരർത്ഥം അതിനില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ സംഭവം പറഞ്ഞത്. ഇനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചോനെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അർത്ഥത്തിൽ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. അല്ലെങ്കിൽ ലോകത്തൊരാളോടും ചോദിക്കാൻ പാടില്ല എന്ന് വരും. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു കൂട്ടിക്കൊടുക്കൽ അവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ പറയും അത് അഭൗതിക കാര്യങ്ങളാണ്, ഭൗതിക കാര്യങ്ങളാണ്, മനുഷ്യ കഴിവിൽപ്പെട്ടതാണ്, കഴിവിൽപ്പെടാത്തതാണ്. അങ്ങോട്ടൊന്നും ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. കാരണം അതൊക്കെ പറഞ്ഞ് ഇവർ വഷളായിട്ടേ ഉള്ളൂ, പറഞ്ഞിടത്തോളം കുടുങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ യഥാർത്ഥ അർത്ഥമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദ്യമായിട്ട് കേൾപ്പിച്ചത്. ഈ ആയത്തിൽ എന്തുകൊണ്ടാണ് ആദ്യം ഇബാദത്ത് പിന്നെ ഇസ്തിയാനത്ത്? അതാണ് നമ്മുടെ വിഷയം. നമുക്ക് പഠിക്കാനുള്ള പാഠം അതാണ്. പടച്ചോനെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സഹായം തേടുന്നത് എന്തിനാ? അതാണ് അതിൽ പഠിക്കാനുള്ള വിഷയം.
അല്ലാതെ ഇത്തരം അബദ്ധജടിലമായ വിശ്വാസങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല ആയത്ത് വന്നത്. മറിച്ച് ആയത്ത് പഠിപ്പിക്കുന്നത് ഇബാദത്ത് മുമ്പിൽ വെച്ചിട്ട് ഇസ്തിആനത്ത് നടത്തണം, എങ്കിൽ സഹായാർത്ഥന സഫലമാകുമെന്ന് പഠിപ്പിക്കാനാ. ഇത് നമ്മളെ കൂട്ടത്തിലുള്ള വലിയൊരു കുറവാട്ടോ, ശരിക്കും മനസ്സിലാക്കണം. ഇത് അള്ളാഹുവിനോട് സഹായം ചോദിക്കുമ്പോ ഇബാദത്ത് മുന്നിൽ സമർപ്പിച്ചിട്ട് സഹായം ചോദിക്കണം. അപ്പോഴേ ആ ഇസ്തിആനത്ത് ഫലപ്പെടുകയുള്ളൂ. സഹായാർത്ഥന അള്ളാഹുവിനോട് പടച്ചോനെ എന്റെ രോഗം സുഖപ്പെടുത്തി തരണേന്നാ പറയുന്നത്. അതിന് മുമ്പിൽ എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ചിട്ട് പറയാം. അതെന്താ? എന്റെ രോഗം സുഖപ്പെടണം, രാത്രി എഴുന്നേൽക്കുക, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക, 1 ജുസു ഖുർആൻ ഓതുക, 100 സ്വലാത്ത് മുത്തുനബിയുടെ പേരിൽ ചൊല്ലുക. എന്നിട്ട് പറയാ പടച്ചോനെ ഞാൻ ഇത് ചെയ്ത അമല് ലോകത്തൊരാളെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. പടച്ചവനെ ഞാനിതാരെയും കാണിക്കാനും ബോധ്യപ്പെടുത്താനും ചെയ്തതല്ല, നിന്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തതാ പടച്ചവനെ. അള്ളാഹുവേ ഈ അമലിന്റെ ബർക്കത്തുകൊണ്ട് എന്റെ രോഗം നീ സുഖപ്പെടുത്തണേ. അള്ളാഹു സുഖപ്പെടുത്തും. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്തിആനത്ത് സഹായം തേടുക എന്നത് സഫലമാകണമെങ്കിൽ, അത് ഫലപ്പെടണമെങ്കിൽ അതിന്റെ മുമ്പ് ഇബാദത്ത് സമർപ്പിക്കണം. ഈ പണിയേയല്ല. ദ്വാരക്കാൻ പറയും, കാണുന്നവരോടൊക്കെ ദ്വാരക്കാൻ പറയും, പറയണ്ടെന്നല്ല. ഒരു വിശ്വാസിയുടെ അഭാവത്തിൽ മറ്റൊരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഒരിക്കലും തട്ടുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരമുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞ പ്രാർത്ഥനയാണ് ഏത്? ദഅവത്തുൽ മുസ്ലിമി ലിഅഖീഹിൽ മുസ്ലിമി ഫീ ഗൈബതിഹി. നല്ല പ്രാർത്ഥനാ നാളുകളായി ഇനി വരാനുള്ളതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദുആ ചെയ്യുമ്പോൾ സാധുവായ എന്നെയും കൂടെ ഉൾപ്പെടുത്തുക. ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങളെ ഉൾപ്പെടുത്തുക. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പ്രാർത്ഥന സ്വീകരിക്കാനുള്ള സൂത്രമായി പറയുന്നു, എന്താ? മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ഇറക്കുക, അതിനുത്തരം കിട്ടുന്ന റസൂൽ ഉറപ്പിച്ചു പറഞ്ഞതാണ്. ആ കൂട്ടത്തിൽ നമ്മളെ വിഷയവും വെച്ച് കൊടുക്കുക. അപ്പൊ അള്ളാഹു ഒന്നായിട്ട് തെരഞ്ഞെടുത്ത് തട്ടിക്കളയുകയില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അത് നല്ലൊരു സൂത്രമാണ്, നമുക്ക് ചെയ്യാൻ പറ്റിയ പണിയാ. അതിന് ഏറ്റവും നല്ലത് അയൽക്കാരന് വേണ്ടി ദ്വാരുന്നാൽ മതി, എന്നാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. എന്നല്ലേ പറഞ്ഞല്ലോ, കാരണം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, അവന് വേണ്ടാന്നായിരിക്കും നമ്മുടെ തീരുമാനം. അപ്പം മനസ്സൊന്ന് ആദ്യം കൊണ്ട് ശുദ്ധിയാവാൻ അയൽവാസിക്ക് വേണ്ടി ദ്വാരക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ദ്വാരുന്നു. അങ്ങനെ ഞാൻ പറയാൻ കാരണം, അയൽവാസിക്ക് വേണ്ടി ദ്വാരക്കണമെങ്കിൽ ഒരു വലിയ മനസ്സ് വേണം. ഇനിയിപ്പോൾ ഞാൻ എത്ര കഷ്ടപ്പെട്ടോ നന്നാവണ്ട എന്നുള്ളതായിരിക്കും തീരുമാനം. അപ്പൊ ഇങ്ങനെ ആയി പോകരുത്. അപ്പോ തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്, സംശയമല്ല. അപ്പോൾ ഒരാളെ കാണുമ്പോൾ ദ്വാരക്കണട്ടോ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്, അതിനെ വിമർശിക്കല്ല ഞാൻ. പക്ഷേ നമ്മളെ വകയായിട്ട് ഈ പണിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? അതാരെങ്കിലും ആലോചിക്കാറുണ്ടോ? അല്ലേ, ഭയങ്കര പ്രയാസം. ഉസ്താദി മക്കളെ കെട്ടിച്ചു, ഭയങ്കര കടാണ്, ഒരു വീട് പണി തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി, പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, ദ്വാരക്കണം. ഇതാ വിഷയം. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ ഈ വകയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഈ ആയത്തിന്റെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ചിട്ട് 100 സ്വലാത്തെങ്കിലും ചൊല്ലിയിട്ട് പടച്ചോനെ ഈ ചെയ്തത് മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞോ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. അതിന് നമ്മൾ സമയം കാണണ്ടേ? എന്നിട്ട് മഹാന്മാരെ ഏൽപ്പിക്കണം, കൂട്ടുകാരെ ഏൽപ്പിക്കണം, അതൊക്കെ നടക്കട്ടെ. പക്ഷെ നമ്മളെ വകയായിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യണ്ടേ? അത് ചെയ്തിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ആവട്ടെ. അത് കൂടുതൽ ഉത്തരം കിട്ടാൻ എളുപ്പമാണ്. അതുപോലെ നമുക്ക് ഏറ്റവും പ്രതീക്ഷയല്ലേ, നമ്മളെ കാര്യം നമ്മൾ മനസ്സിൽ ഉരുകി പറയും പോലെ വേറൊരാൾക്ക് പറയാൻ കഴിയൂലല്ലോ. എന്നാൽ എന്തെങ്കിലും ഒന്ന് ആ വകയിൽ ഒരു തഖ്ദീമുൽ വസീല മുമ്പിൽ വെച്ചിട്ട്, എന്തെങ്കിലും ഒരു ഇബാദത്ത് മുമ്പിൽ സമർപ്പിച്ചിട്ട്, പടച്ചോനെ ഇതിന്റെ ഹക്കുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ സംഭവമുണ്ട്. അത് പറഞ്ഞാൽ ഇന്ന് ആ വഴിക്ക് സമയം അങ്ങോട്ട് പോകും. ഞാൻ സൂചിപ്പിക്കുക, അധികം ആളുകൾക്കും അറിയുന്നതാ. 3 ആള് ഗുഹയിൽ കുടുങ്ങിയ കഥ മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. 3 ആള് ഗുഹയിൽ കുടുങ്ങി. അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്തത് എന്താ? അവരുടെ ജീവിതകാലത്ത് അവർ വളരെ ആത്മാർത്ഥമായി ചെയ്ത അമലെന്താന്ന് 3 ആളും ആ മടക്കകത്ത് നിന്ന്, മാളത്തിനകത്ത് നിന്ന് ആലോചിക്കുകയായിരുന്നു. എന്നിട്ട് അതങ്ങോട്ട് ദുആ ചെയ്തു ഓരോരുത്തരും. ഒരാൾ എന്നോ
വാങ്ങാതെ ബാക്കി വെച്ച് പോയ ഒരു പണിക്കാരന്റെ കൂലി അത് അവന്റെ സ്വത്താണെന്ന് കരുതി അത് വളർത്തി 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 അവസാനം അത് ചോദിച്ചു വരുമ്പോൾ അതിന്റെ ലാഭങ്ങളെല്ലാം ഒരുപാട് ആടുകളെയോ ഒട്ടകങ്ങളെയോ ഒന്നടങ്കോ അദ്ദേഹത്തിന് കൊടുത്തു. പടച്ചോനെ, ഇത് നിന്റെ വജഹ് കരുതിയിട്ടാണെങ്കിൽ ഉറപ്പ് അത് വജഹ് കരുതിയിട്ടാണല്ലോ, അല്ലെങ്കിൽ അന്നത്തെ കൂലി കൊടുത്ത് പിരിച്ചുവിട്ടാ പോരെ, അല്ലെങ്കിൽ അന്നത്തെ കൂലി കൊടുത്തിട്ട് പിരിച്ചുവിട്ടാ പോരെ. അള്ളാഹുവിനെ പേടിച്ചതുകൊണ്ട് ഇയാളുടെ മുടക്കുമുതലാണ് ഇതിന്റെ അടിസ്ഥാന മുതലെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ്, മൂലധനം ഇയാളുടേതാണ്, അതുകൊണ്ട് ഇതിന്റെ ലാഭവും ഇയാൾക്ക് തന്നെ പോകണം എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ലാഭം കൊടുത്തത്. ഇയാൾക്ക് അധ്വാന ഫലം കൂലിയായിട്ട് വല്ലതും കിട്ടുമെങ്കിൽ കിട്ടും, അതേ ഇസ്ലാമിക അടിസ്ഥാന പ്രകാരം കിട്ടുള്ളൂ. പക്ഷെ ഇന്നിപ്പോ അതൊന്നും പറയുന്നതിന് ഒരു അർത്ഥമില്ല. കാരണം അതൊക്കെ വേറെ ഒരു മൈൻഡിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല, പലപ്പോഴും പറയാറുണ്ട് ഇന്നത്തെ ഷെയർ ബിസിനസിന്റെ കടന്നുകയറ്റം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, ഇത് പറഞ്ഞു, അയാൾ പറഞ്ഞു, പടച്ചോനെ, ഇത് പടച്ചോന്റെ ലക്ഷ്യം, അപ്പൊ നിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടാ ഞാൻ ചെയ്തതെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ മഹാദുരന്തം അല്ലേ. ആ കാലഘട്ടത്തിൽ ഫോണില്ല, അടഞ്ഞു കിടക്കുന്ന ഗുഹക്കുള്ളിൽ പുറത്തേക്ക് സന്ദേശം നൽകാൻ ഒരു മാർഗമില്ല. ആരോ കണ്ടുകിട്ടിയിരുന്നെങ്കിൽ ഇവര് മഴ വന്നപ്പം ഈ മാളത്തിൽ കയറിയിരുന്നതാണ്, മുകളിൽ നിന്ന് ഉരുൾപൊട്ട് വന്ന് വലിയൊരു പാറ വന്നിട്ട് അടഞ്ഞിരിക്കുകയാണ്, പുറത്തിയാടാൻ ഒരു നിവൃത്തിയില്ല. അപ്പോഴല്ലേ ദ്വാരുന്നത്, കല്ലൊരൽപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് നീങ്ങി. അവര് ചെയ്ത ഇബാദത്ത് മുമ്പിൽ വെച്ച് അള്ളാഹുവിനോട് സഹായം തേടിയപ്പോ അള്ളാഹു ഒരൽപ്പം അങ്ങ് നീക്കി കൊടുത്തു. പക്ഷെ അവര് നോക്കി, പുറത്തോട്ട് കാണുന്നുണ്ട്, ഇറങ്ങാൻ ഒരു ഗ്യാപ്പുമില്ല. രണ്ടാമത്തെ അയാളും പറഞ്ഞു, അയാൾ അനുരക്തനായി പോയ ഒരു പെണ്ണ്, അയാളുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ട എളാപ്പയുടെ മോള്, വല്ലാതെ അയാളുടെ മനസ്സ് അവളുടെ ശരീരത്തിൽ ഉടക്കി. അങ്ങനെ അവളുമായിട്ട് വേണ്ടാവൃത്തിക്ക് സമ്മതം ചോദിച്ചപ്പോ സമ്മതിച്ചില്ല. കാലമുസീബത്ത് വന്നിറങ്ങിയപ്പോ ആ പെണ്ണിന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോ ഇയാളുടെ മുമ്പിൽ വന്നു. ധനികനായ ആൾ പറഞ്ഞു, എനിക്ക് നീ നിന്റെ ശരീരം സമർപ്പിച്ചാൽ കടമല്ല വെറുതെ തന്നെ തരാം, അല്ലെങ്കിൽ കടവും തരില്ല എന്ന് പറഞ്ഞപ്പോ ഫഖറിന്റെ മുമ്പിൽ പെണ്ണ് പതറുന്നു. അള്ളാഹുവിന്റെ ഹബീബ് ഫഖറിനെ തൊട്ട് അഭയം തേടി. ഫഖറിനെ തൊട്ട് അഭയം തേടി എന്നല്ല, കാദൽ ഫഖറു അൻ യകൂന കുഫ്റാ, ഫഖർ കുഫ്രിയത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പ്രഖ്യാപിക്കുകയും ചെയ്തതിന്റെ കടുപ്പം ആ സംഭവത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ്. ഇത് വലിയൊരു ദുരന്താണ്. അവിടെയാണ് ഏത് 5 കിലോ അരി ആരെങ്കിലും കൊണ്ടുവന്ന് തരാണെങ്കിൽ അങ്ങോട്ട്, 10 റുപ്യേന്റെ മരുന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങോട്ട്. ആദർശത്തിൽ ഒരു തീരുമാനമില്ലാത്തൊരു വിഭാഗം ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ എത്ര ബേജാറോടെയാ പറഞ്ഞത്, കുഫരിയത്താണ് ഫഖർ. അത് ആ ദുരന്താണ് കാണുന്നത്. അള്ളാഹു തആല നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ളത്, നമ്മളെ കുടുംബത്തെ പോറ്റാനുള്ളത് അള്ളാഹു ഹലാലായ മാർഗത്തിൽ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കട്ടെ. അപ്പൊ ഇയാൾ നിർബന്ധിച്ചു. ആ പെണ്ണവിടെ ശരിക്ക് ഇയാൾക്ക് സമ്മതിച്ചു കൊടുക്കുകയാണ്, വേണ്ടാവൃത്തിക്ക് സമ്മതിച്ചു കൊടുക്കുക. കാരണം എന്താ, ഫഖറാണ് പ്രശ്നം. അതുവരെ പെണ്ണിന്റെ നട്ടെല്ല് വളരെ വലുതായിരുന്നു, പക്ഷെ അവിടെ ആ നട്ടെല്ലൊടിയുകയാണ്. അങ്ങനെ പെണ്ണിനൊരിക്കലും അള്ളാഹുവിനെ പേടിക്കുന്ന പെണ്ണിന് ഇത് ഇഷ്ടമില്ല. ഇയാൾ പറയുന്നു, ഞാൻ എന്റെ ബന്ധത്തിൽപ്പെട്ട ആ സഹോദരിയുടെ ശരീരത്തിൽ വേണ്ടാവൃത്തിക്ക് വേണ്ടി ഇരിക്കുമ്പോ അവൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ലാഹ്, ഇക്കാക്ക ആരും കാണുന്നില്ല, ശരിയാണ്, പടച്ചോനെ പേടിക്കണം കേട്ടോ ഇക്കാക്ക. ആ വാക്ക് എന്റെ മനസ്സിൽ ഇടിമുഴക്കം പോലെ വീണു. ഞാൻ ആലോചിച്ചു, എന്തൊരു തെറ്റാ ഞാൻ ഈ ചെയ്യുന്നത്. അവിടെ നിങ്ങട്ട് എഴുന്നേറ്റു. എല്ലാ അർത്ഥത്തിലും അവളെ പിടിച്ച് ബലാത്സംഗം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്, അവളെ നിർബന്ധിക്കാനുള്ള ശേഷി എനിക്കുണ്ട്. പക്ഷേ അവൾ ഇത് പറഞ്ഞപ്പോ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചു, നിന്നെ കുറിച്ച് ആലോചിച്ചു പേടിച്ച് പിന്മാറിയതാണ്. അല്ലെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമായിരുന്നു, അവൾ എന്റെ മുമ്പിൽ പൂർണ്ണമായി കീഴൊതുങ്ങിയിരിക്കുക. പക്ഷെ ആ ഒരു ഉപദേശം, സതുപദേശം എന്റെ മനസ്സിൽ തട്ടി. പടച്ചോനെ, നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ ഈ അമല് ചെയ്തതെങ്കിൽ, ഈ വേണ്ടാത്തരത്തിൽ നിന്ന് മാറിയതെങ്കിൽ, അള്ളാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോൾ അല്പവും കൂടെ മാറി. അല്ലേ, വാപ്പക്കും ഉമ്മക്കും അവര് വന്നപ്പോൾ, ഇദ്ദേഹം വന്നപ്പോൾ വാപ്പയും ഉമ്മയും ഉറങ്ങിപ്പോയതിന്റെ പേരില് ചെറിയ കുട്ടികൾ കാൽക്കീയിൽ നിന്ന് കരഞ്ഞിട്ട് പോലും വാപ്പക്കും ഉമ്മക്കും ഭക്ഷണം കൊടുക്കൂലെന്ന് നിർബന്ധം പിടിച്ചിട്ട് പുലരുവോളം കാത്തിരുന്ന്, പുലരുവോളം കാത്തിരിക്കാൻ തീരുമാനിച്ച് നട്ടപ്പാതിര സമയത്ത് വാപ്പയും ഉമ്മയും ഉണരുമ്പോ
ആ ഉമ്മക്കും ഉപ്പക്കും പാല് കൊടുത്തതിന്റെ ശേഷം മക്കൾക്ക് പാല് കൊടുത്തു. പടച്ചോനെ, അതെന്റെ ഉമ്മയും ഉപ്പയും എന്റെ നരകവും സ്വർഗവുമാണ് എന്ന ബോധത്തോടുകൂടെയാണ് ഞാൻ ചെയ്തതെങ്കിൽ പടച്ചോനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പം കല്ല് ഒരൽപ്പവും കൂടെ നീങ്ങി, മൂന്നാളും അതിലൂടെ പുറത്തോട്ട് ചാടി. എന്താ കാരണം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞാൻ പറയുന്നത് ഫാത്തിഹയിലെ ഈ ആയത്തിന്റെ ആത്മാവ് ഇത്തരത്തിലുള്ള ചർച്ചകളാണ്. ഇത് നഷ്ടപ്പെടുകയാണ്. ആരെക്കൊണ്ട്? ഈ പ്രവാചക വിരോധികളെ കൊണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾക്ക് നമ്മുടെ വിഷയങ്ങളുടെ പരിഹാരത്തിന് നമ്മുടെ വകയായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്വലാത്തില്ല നമുക്ക് ഒഴിവില്ല, ഒരു ദിക്റെല്ലാം ഒഴിവില്ല, ഒന്ന് ദ്വാരക്കാൻ ഒഴിവില്ല, ഒക്കെ വേറുള്ളവരെ ഏൽപ്പിക്കാം. അപ്പൊ ഏൽപ്പന നടക്കട്ടെ, പക്ഷെ നമ്മുടെ വകയായിട്ട് നമ്മൾ വല്ലതും ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്ത ധാരാളം അമലുകളുണ്ട്. പ്രതിസന്ധികൾ ധാരാളമുണ്ട്, മുമ്പിൽ കുന്നുകൂടി കിടക്കുന്നു. അതെല്ലാം മുമ്പിൽ വെച്ചിട്ട് പടച്ച റബ്ബിനോട് പറയൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമെന്നത് ഉറപ്പാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളതിന് സമയം കണ്ടോളൂ. ഇപ്പോൾ നല്ല സമയമാണ്. റമദാൻ കഴിഞ്ഞാലും അത്താഴ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. എഴുന്നേറ്റ് ഇസ്തിഗ്ഫാർ ചെയ്ത് സ്വലാത്ത് ചൊല്ലി പടച്ചോനോട് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കാത്ത ഒരു കേസുമില്ല, അള്ളാഹു നിവൃത്തിയാക്കി തരാത്ത ഒരു കേസുമില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം റളിയല്ലാഹു അൻഹു, ഈ ആയത്ത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം റളിയല്ലാഹു അൻഹു സൂറത്തു തഅലീമിൽ മസ്അല പഠിച്ചതുകൊണ്ടാണ്. ഫാത്തിഹയുടെ മറ്റൊരു പേരാണല്ലോ അത്. എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന അധ്യായം, എങ്ങനെ ചോദിക്കണമെന്ന് പഠിപ്പിക്കുന്ന അധ്യായം, ഇബാദത്ത് മുമ്പിൽ സമർപ്പിച്ചിട്ട് ചോദിക്കണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായം എന്നൊരർത്ഥവും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം റളിയല്ലാഹു അൻഹു ചോദിച്ചു വാങ്ങി കാണിച്ചു തന്നു നമുക്ക്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്രാഹിം ഇബ്നുൽ അദ്ഹമിന്റെ കൂടെ ഖിദ്മയും ചെയ്ത് ഒരുപാട് കാലം നടന്നു. ആ സമയത്ത് മഹാനവറുകളോട് പിൽക്കാലത്ത് ചോദിക്കുകയാണ്, അഖ്ബിർനാ ബിഅഅ്ജബി മാ റഅയ്ത മിൻ. നിങ്ങളുടെ ഗുരു ഇബ്രാഹിം ഇബ്നു അദ്ഹമിൽ ജീവിതത്തിൽ ആ ഇബ്രാഹിം ഇബ്നു അദ്ഹമിൽ നിന്ന് നിങ്ങൾ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ഖാദിമിനോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരുവിൽ നിന്ന് നിങ്ങൾ ജീവിതകാലത്ത് കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഒന്ന് പറഞ്ഞു തരുമോ? അഖ്ബിർനാ ബിഅഅ്ജബി മാ റഅയ്ത മിൻ. അപ്പോൾ പറഞ്ഞു, ഓ പറയാ, വലിയൊരു അത്ഭുതം. ഒരു ദിവസം ഒരു കറാമത്ത് ഓർമ്മ വരികയാണ്. ധാരാളം കറാമത്തുകളുണ്ട്, അതിലൊരു കറാമത്ത്. ഞങ്ങൾ മക്ക വഴികളിൽ ഒരു വഴിയിലാണ്. ദിവസങ്ങളോളം ആ വഴിയിൽ സഞ്ചരിച്ചു. ബഖീനാ ഫീ ത്വരീഖി മക്കത അയ്യാമാ ലം നജിദ് ത്വആമാ. കഴിക്കാനൊന്നും കിട്ടിയില്ല, വിശന്നുകൊണ്ട് പോകുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് കൂഫ വരെ എത്തി. കൂഫയുടെ തലസ്ഥാനത്തേക്ക് കടക്കുകയാണ്. ആ സമയത്ത് തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഞങ്ങൾ അഭയം തേടി. ആ പള്ളിയിൽ ഞങ്ങൾ പ്രവേശിച്ചു. അപ്പോഴാണ് ദിവസങ്ങളായല്ലോ ഭക്ഷണം കഴിച്ചിട്ട് ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം റളിയല്ലാഹു അൻഹുവിന് ആത്മീയ ഭക്ഷണത്തിന്റെ കരുത്തുണ്ട്. ദിക്റുകൾ തന്നെ അവരുടെ ആത്മാക്കളുടെ വലിയ കരുത്തേകുന്ന ഭക്ഷണമാണ്. അതേ, ഗുരു ക്ഷീണിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ക്ഷീണമുണ്ട്. ഹുദൈഫ പറയാൻ, പള്ളിയിൽ കയറിയിരിക്കുമ്പം ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത എന്റെ മുഖം അത് കണ്ടപ്പം മഹാനവറുകൾക്ക് മനസ്സിലായി. ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം എന്നെ നോക്കിയിട്ട് ചോദിച്ചു, യാ ഹുദൈഫ അറാബിക അസറൽ ജൂഡ്. വിശപ്പിന്റേതായ പ്രതിഫലനങ്ങൾ നിന്നിൽ കാണുന്നുണ്ടല്ലോ ഹുദൈഫ, വല്ലാതെ ക്ഷീണിച്ച് അവശനായിട്ടുണ്ടല്ലേ. ഇത് ചോദിച്ച് കിട്ടാൻ നിൽക്കുക ഞാൻ. അപ്പോ ഞാൻ പറഞ്ഞു, ഹുവ കമാ തറായ ഷെയ്ഖ്. ഷെയ്ഖ്, അത് തങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നല്ല ക്ഷീണം ഉണ്ടാകും. പറഞ്ഞു, പറയാൻ പറ്റിയൊരു സമയം, എന്തെങ്കിലും ഒന്ന് കിട്ടിയാലോ എന്ന് മനസ്സിലുണ്ട്, പക്ഷേ പറയാൻ വയ്യല്ലോ എന്ന് കരുതി ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് ഇങ്ങോട്ട് ഇടപെട്ടത്. ഞാൻ മറുപടി പറഞ്ഞു, നിങ്ങൾ കാണും പോലെ തന്നെ ആ വിഷയം. അപ്പൊ എന്നോട് പറഞ്ഞു, പരിഹാരമുണ്ട്. ഈത്തിനി ബിദവാതിം വഖിർതാസ്. ആ സഞ്ചിയിൽ നിന്ന്, ബാഗിൽ നിന്ന് ആ മഷിക്കുപ്പി ഇങ്ങെടുക്ക്, ഒരു വെള്ള പേപ്പറും ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞു. ഒരു കഷ്ണം പേപ്പറും എടുത്തോ, മഷിക്കുപ്പിയും എടുത്തോ. കടലാസും മഷിക്കുപ്പിയും കൊണ്ടുവന്നു. അത് ഞാൻ കൊടുത്തപ്പോൾ അത് നിവർത്തി വെച്ചിട്ട് എഴുതുന്നു. പേന
കലമ് മഷിയിൽ മുക്കിയിട്ട് എഴുതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ദിവസം നാം ചർച്ച ചെയ്ത ബിസ്മി. ഇന്നഹുൽ മഖ്സൂദു ബികുല്ലി ഹാൽ വൽ മുശാറു ഇലൈഹി ബികുല്ലി മഅനാ. അല്ലാഹുവിന്റെ തിരുനാമത്തിലാ എന്റെ തുടക്കം എഴുതിയിട്ട് പിന്നെ അതിനോട് ചേർത്ത് എഴുതി ഇന്നഹുൽ മഖ്സൂദു ബികുല്ലി ഹാൽ. പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും ഏതവസ്ഥയിലും ക്ഷേമത്തിലും ക്ഷാമത്തിലുമൊക്കെ ഏതൊരാൾക്കും ഉദ്ദേശിക്കപ്പെടാനുള്ള പരമമായ ശക്തിയാ പടച്ചോൻ. ഇന്നഹുൽ മഖ്സൂദു അലാ കുല്ലി ഹാൽ ബികുല്ലി ഹാൽ വൽ മുശാറു ഇലൈഹി ബികുല്ലി മഅനാ. എല്ലാ അർത്ഥത്തിലും ചൂണ്ടപ്പെടാനുള്ളത് ഒരു ശക്തിയേ ഉള്ളൂ. എല്ലാവർക്കും ചൂണ്ടാനുള്ള ശക്തിയാണ് പടച്ചോൻ. എല്ലാവരുടെ ആവശ്യങ്ങളും വന്നുമുട്ടുന്നത് അവനിലേക്കാണ്. വേറെ ആരോടും സങ്കടം പറയാനില്ലല്ലോ. വൽ മുശാറു ഇലൈഹി ബികുല്ലി മഅനാ. ഇതും എഴുതിയിട്ട് സുമ്മ കതബ ഫിൽ ഖിർതാസ്. പിന്നെ ആ പേപ്പറിൽ കുറിക്കുകയാണ്. അവിടെയാണ് ഇയ്യാക നഅ്ബുദു അത് വരുന്നു. ആദ്യ ഭാഗത്ത് അന ഹാമിദുൻ അന ഷാകിറുൻ അന ദാകിറു. ഇയ്യാക നഅ്ബുദു അതിന്റെ മറ്റൊരു രൂപമാണത്. അന ഹാമിദുൻ അന ഷാകിറുൻ അന ദാകിറു. പടച്ചവനെ ഞാൻ നിന്നെ ഹംദ് ചെയ്യുന്നവനാണ്. പടച്ചവനെ ഞാൻ നിനക്ക് നന്ദി പ്രകടിപ്പിക്കുന്നവനാണ്. പടച്ചവനെ ഞാൻ നിനക്ക് ദിക്റ് ചൊല്ലുന്നവനാണ്. ഈ പാവപ്പെട്ട അടിമ ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം കുറിക്കുന്നു. എന്നിട്ട് പിന്നെ എഴുതുന്നു അന ജാഇഉൻ അന ളാമിഉൻ അന ആരി. ഞാൻ ഹാമിദും ഷാക്കിറും ദാക്കിറുമായതുപോലെ എനിക്ക് മൂന്നവസ്ഥ തിരിച്ചും പറയാനുണ്ട്. അന ജാഇഉൻ ഞാൻ വല്ലാതെ വിശക്കുന്നവനാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. അന ളാമിഉ എനിക്ക് നല്ല ദാഹമുണ്ട്. അന ആരി ഞാൻ നഗ്നനാകുന്നു, ഉടുക്കാൻ മുണ്ടില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഹംദ് ചെയ്യുന്നുണ്ട്, ശുക്ർ ചെയ്യുന്നുണ്ട്, ദിക്ർ ചെല്ലുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിത് മൂന്നും കിട്ടണം. മദ്ഹീലി ഗൈരിക ലഹുബുനാരിൻ ഖുതുഹ ഫഅജിർ ഉബൈദക മിൻ അദാബിന്നാരി. ഇതൊക്കെ പരിഹരിക്കാൻ മാർഗമുണ്ട്. എനിക്കാൻ ഉടുക്കാൻ മുണ്ടില്ലെങ്കിൽ ഞാൻ ഇത്ര കഷ്ടപ്പെടേണ്ടതില്ല. പടച്ചവനെ നിനക്കറിയാം, നീ തന്ന നാക്കിൻ തുമ്പിന്റെ ശേഷി വലിയ ശേഷിയാണ്. ഞാൻ കൊട്ടാര കവിയായി ജീവിച്ച കാലഘട്ടമുണ്ട്. ഇവിടെയുള്ള അനീതിയും അക്രമങ്ങളും പ്രവർത്തിക്കുന്ന രാജാക്കന്മാർക്ക് ഇല്ലാത്ത മഹത്വങ്ങൾ പാടിപ്പറഞ്ഞാൽ എന്റെ ഭക്ഷണം സുന്ദരമായി നടക്കും, എന്റെ വെള്ളം സുന്ദരമായി നടക്കും, എല്ലാം ഒത്തുകിട്ടും. പക്ഷേ മദ്ഹീലി ഗൈരിക ലഹബുനാരിൻ ഖുൽതുഹ. പടച്ചവനെ നീയല്ലാത്ത ഒരാളെ മദ്ഹ് ചെയ്യാന്നുള്ളത് ഒരു തീക്കുണ്ടാരത്തിൽ കടന്നിരിക്കും പോലെയാണ്. എനിക്ക് സഹിക്കാൻ കഴിയൂല. ഞാൻ നിന്നെ പ്രകീർത്തിക്കൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മദ്ഹീലി ഗൈരിക ലഹുബുനാരിൻ ഖുതുഹ ഫഅജിർ ഉബൈദക മിൻ അദാബിന്നാരി. അതുകൊണ്ട് ഇനി ദുനിയാവിൽ ഇത്രയൊക്കെ വിഷമങ്ങൾ ഞാൻ സഹിക്കുന്നു, എനിക്ക് വിഷയമില്ല. പടച്ചോനെ ഇതൊക്കെ ഇങ്ങനെ പ്രയാസത്തിലാണെങ്കിലും നാളെ നരകശിക്ഷ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവം വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ കേട്ടു. ഫഅജിർ ഉബൈദക. പടച്ചവനെ നിന്റെ ഈ കൊച്ചടിമയെ നീ കാക്കണേ അല്ലാ. ഫഅജിർ ഉബൈദക. എത്ര കൊച്ചാകുന്നു പടച്ചോന്റെ മുമ്പിൽ. നിന്റെ അടിമയെ കാക്കണം എന്നല്ല, നിന്റെ ഈ ചെറിയ അടിമ, ഈ കൊച്ചടിമയെ നീ കാക്കണേ അല്ലാ. മിൻ അദാബിന്നാരി. നരകശിക്ഷയെ തൊട്ട് നീ കാത്തു തന്നാൽ പിന്നെ എനിക്ക് പരാതികളൊന്നുമില്ല അല്ലാ. ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ വിഷയം? നമ്മൾ പറഞ്ഞു വരുന്നത് എന്തിനാപ്പം ഞാനിത് പറഞ്ഞത്? അടുത്ത വരി ശ്രദ്ധിച്ചോ. ബഹുമാനപ്പെട്ടവർ, അന ഹാമിദുൻ അന ഷാക്കിറുൻ അന ദാകിറു. 6 കാര്യങ്ങളാ പടച്ചോനോട് പറയുന്നത്. അന ജാഇഉൻ അന ളാമിഉൻ അന ആരീൻ. എന്റെ 6 അവസ്ഥകൾ ബഹുമാനപ്പെട്ടവരങ്ങ് കേൾപ്പിക്കുകയാണ് ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം. എന്നിട്ട് പറയുന്നു ഹിയ സിത്തതുൻ വ അന ളമീനു ലിനിസ്ഫിഹാ ഫകുനിൽ ളമീന ലിനിസ്ഫിഹാ യാ ബാരി. പടച്ചോനെ ഇത് 6 വിഷയങ്ങളാ. ഈ 6 വിഷയങ്ങളിൽ 3 ഉത്തരവാദിത്വം ഞാൻ ഏറ്റു. ഹംദ് ചെയ്യുന്ന പണി ഞാൻ ഏറ്റു, നിന്നെ ശുക്ർ ചെയ്യുന്ന പണി ഞാൻ ഏറ്റു, നിനക്ക് ദിക്റ് ചൊല്ലുന്ന പണി ഞാൻ ഏറ്റു. അപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള ഒരു സംഗതിയുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന സ്ഥിതിക്ക്
ഫകുനിൽ ലിനിസ്ഫിഹാ യാ ബാരി. ആ 6 പകുതി ഭാഗം എന്റെ വിശപ്പ്, എന്റെ ദാഹം, എന്റെ നഗ്നത, ഇത് നീ പൂർത്തീകരിച്ചു തരണം പടച്ചോനെ. അതിന്റെ പോരായ്മകൾ നീ പൂർത്തീകരിച്ചു തരണം. ഫകുനിൽ ലിനിസ്ഫിഹാ യാ ബാരി. സകലം സൃഷ്ടിച്ചു സംവിധാനിച്ച റബ്ബേ, പകുതിക്ക് നീ ഉത്തരവാദിയാവണം. അള്ളാഹുവിനോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദിക്റും ഹംദും ശുക്റും ഞാൻ നടത്തിക്കോളാം, ഭക്ഷണവും വെള്ളവും മുണ്ടും നീ തരണം. ഇതാ പറഞ്ഞതിന്റെ അർത്ഥം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇബാദത്ത് മുമ്പിൽ വെച്ച് ആവശ്യം അങ്ങ് ഉന്നയിക്കുന്നു. എന്തേ സംഭവിച്ചത്? ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാൻ, ഇതെഴുതിയിട്ട് ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം ഈ വെള്ള പേപ്പറിൽ ഈ ബൈത്തും എഴുതിയിട്ട് എന്റെ കയ്യിൽ ഇങ്ങ് തന്നു. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ്, അവരുടെ കയ്യിൽ നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിസന്ധികൾ ചെന്ന് പറയുമ്പോൾ ഒരു ബൈത്ത് എഴുതും. ആ ബൈത്ത് എഴുതിയിട്ട് കയ്യിൽ തരും. നമ്മളത് വളരെ വിലപ്പെട്ടതായി കണക്കാക്കി തിരിച്ചു പോരാറുണ്ടായിരുന്നു. ചിലപ്പം നമുക്ക് ഇതും ഭക്ഷണവുമായൊരു ബന്ധവും നമ്മൾ കണ്ടില്ലെന്ന് വന്നേക്കാം. ദാ ഇത് വാങ്ങി ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം തന്നതല്ലേ. എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇതെന്റെ കയ്യിലേൽപ്പിച്ചിട്ട് പറഞ്ഞു, അഖ്രിജ് ഉഖ്റുജ് വലാ തുഅല്ലിഖ് ഖൽബക ബിഗൈരില്ലാഹ്. പൊയ്ക്കോ, ഇതുമായിട്ട് അങ്ങ് പൊയ്ക്കോ. അള്ളാഹു അല്ലാത്തവരിൽ ആരിലും പ്രതീക്ഷ വെക്കണ്ട, പടപ്പിളാരോ ചെയ്യുന്നു കരുതണ്ട. അള്ളാഹുവിൽ മാത്രം കൽബ് ബന്ധിപ്പിച്ചിറങ്ങിക്കോ. എന്നിട്ട് ഈ തുണ്ടം പേപ്പർ നീ കൊടുക്കണം. ഇലാ അവ്വലി മൻ തൽഖാ, ഇലാ അവ്വലി മൻ തൽഖാ. ആദ്യം കാണുന്നവൻ ആരാണോ അവന് ഈ തുണ്ടം പേപ്പർ അങ്ങ് കൊടുത്തേക്കാൻ. എന്ത്? ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു എഴുതിയ ആ ബൈത്തുള്ള പേപ്പർ അദ്ദേഹത്തിന് കൊടുക്കണം. അങ്ങനെ ഞാൻ പോയി. ആദ്യമായിട്ട് ഞാൻ പുറപ്പെട്ട സമയത്ത് ആദ്യമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കോവർ കഴുതയുടെ പുറത്ത് അതാ യാത്ര ചെയ്തു വരുന്ന ഒരു മനുഷ്യനെയാണ് കണ്ടത്. കോവർ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തു വരുന്ന ഒരു മനുഷ്യൻ. അയാളെ കണ്ടപ്പോൾ ഞാൻ ഫനാവൽ തുഹുറുക്ക, ഒന്നും ആലോചിക്കരുതല്ലോ, ആദ്യം കാണുന്നവന് കൊടുത്തോളണം എന്നാണ്. ഒന്നും പറയും വേണ്ട. ഞാൻ ഈ പേപ്പർ ഇദ്ദേഹത്തിന് കൊടുത്തു. ഇതാ ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ പേപ്പറാണ്, അത് പറഞ്ഞിട്ടില്ല, അത് കൊടുത്തു. അയാൾ അത് വാങ്ങി. ഫലമ്മാ ഖറഅഹാ ബകാ. ഇതിങ്ങനെ അങ്ങോട്ട് ഓതി നോക്കി, വായിച്ചു നോക്കിയിട്ട് അയാളങ്ങ് കരഞ്ഞു. കരഞ്ഞിട്ട് ചോദിച്ചു, മാ ഫഅല സ്വാഹിബു ഹാദിഹി റുക. ഈ കുറിപ്പുകാരൻ എവിടെ? അയാൾ എന്താ ചെയ്യുന്നത്? ഒന്ന് പറ. ഈ കുറിപ്പുകാരൻ എന്ത് ചെയ്യുന്നു? അതെന്നോടൊന്ന് പറയണം എന്ന് പറഞ്ഞാൽ, നിങ്ങളല്ല അത് എഴുതിയത്, എഴുതിയ ആളെവിടെ? ഇതാ ചോദ്യം. എഴുതിയ ആളെവിടെ? എഴുതിയ ആളെ കിട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹുവ ഫിൽ മസ്ജിദിൽ ഫുലാനി. എഴുതിയ ആള് ഇന്നാലിന്ന പള്ളിയിൽ വിശ്രമിക്കുന്നുണ്ട്. ഇന്നാലിന്ന പള്ളിയിൽ എഴുതിയ ആള് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.